യാത്രാവിവരണം, ഒപ്പം വയനാടിന്റെ സമഗ്രമായ ചരിത്രം. അതോടൊപ്പം അതിസുന്ദരങ്ങളായ വയനാട് ജില്ലയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, എപ്പോഴെല്ലാമാണ് ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ കൃത്യമായി ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അപ്പൊ നമുക്ക് മഞ്ഞണിഞ്ഞ വയനാട്ടിലേക്ക് ഒരു യാത്ര നടത്തിയാലോ? അതിസുന്ദരമായ ഒരു യാത്ര. കേരള സംസ്ഥാനത്തിലെ 12ാമത്തെ ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് വയനാടിന്റെ ആസ്ഥാനം. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല രൂപം കൊള്ളുന്നത്. തൊട്ടടുത്തുള്ള 2 ജില്ലകളായിട്ടുള്ള കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും ചില ഭാഗങ്ങൾ അടങ്ങിയൊന്നാണ് കേട്ടോ വയനാട് ജില്ല. കർണാടകയുടെയും തമിഴ്നാടിന്റെയും പിന്നെ നമ്മുടെ കേരളത്തിന്റെയും സംഗമ ഭൂമിയിൽ 2131 ചതുരശ്ര ഭൂമി സമുദ്രനിരപ്പിൽ നിന്നും 2300 അടി ഉയരത്തിലാണ് കേട്ടോ. ജനസംഖ്യ പൊതുവിൽ കുറവാണെന്ന് ഞാൻ പറഞ്ഞ 380 മാത്രമാണ് വയനാട് ജില്ലയിലെ ജനസംഖ്യ. വയനാട് എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും. അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നീട് മലയാളത്തിൽ മായക്ഷേത്ര മായനാടാവുകയും വാമൊഴിയിൽ വയനാടാവുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് വയൽനാട്, കാടുകളുടെ നാട് എന്ന അർത്ഥത്തിൽ വനനാട് തുടങ്ങിയ പേരുകളിൽ നിന്നുമാണ് വയനാട് എന്ന പേര് വന്നത് എന്ന പരമായ നാമങ്ങളായി പറയാറുണ്ടല്ലോ. വയനാട് ജില്ലയിലേക്കുള്ള യാത്രാ വഴി എന്ന് പറയുന്നത് വിമാനമാർഗമാണെങ്കിൽ കോഴിക്കോട് വന്നിറങ്ങാം. കോഴിക്കോട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കരിപ്പൂർ എയർപോർട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം കോഴിക്കോട് വഴി നിങ്ങൾക്ക് താമരശ്ശേരി ചുരം വഴി വരാം. നമ്മുടെ പപ്പുവിന്റെ പറഞ്ഞ താമരശ്ശേരി ചുരം നമ്മുടെ പുതിയ കണ്ണൂർ നല്ല കിടില KSRTC ബസ് നാഷണൽ ഹൈവേ 76-ലൂടെയാണ് വരുന്നത്.
കോഴിക്കോട് മുതൽ കൊല്ലകൾ, കർണാടകത്തിലെ കൊല്ലകൾ വരെ നീളുന്ന നാഷണൽ ഹൈവേ 766. ഈ ദേശീയപാത 766 പഴയ പേരുകൾ തന്നെ പശ്ചിമഘട്ടത്തിലൂടെ ആണ് ഈ ശരിക്കും 700 കൊല്ലം മുമ്പ് കർണാടകയിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാനന പാതയാണിത്. ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്ന KP ഉണ്ണികൃഷ്ണൻ NH 212 എന്ന് നാമകരണം ചെയ്ത് ദേശീയ പാതയാക്കി മാറ്റുകയാണ്. ഇപ്പോഴത് NH 766 72 കിലോമീറ്ററാണ്. വയനാടിൻ ചുരം ആരംഭിക്കുന്നത് അടിവാരത്ത് നിന്നാണ്. അടിവാരത്ത് നിന്നും ഏകദേശം 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിലൂടെ കഠിനമായ 9 ഹെയർ പിന്നുകളുണ്ട്. ഇപ്പൊ പല ഹെയർ പിന്നുകളും സുന്ദര ലക്കിടിയിലാണ്. ലക്കിടിയിൽ എത്തുമ്പോഴേക്കും കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാം. ഹെലികോപ്റ്റർ ഷോട്ട് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ദൃശ്യമാണത്. അതിമനോഹരാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോടമഞ്ഞ് നിറഞ്ഞ് മൂടിക്കിടക്കാറുണ്ട്. അതൊരു കാഴ്ചയാണ് കേട്ടോ. ആ കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അതിലൂടെ യാത്ര ചെയ്യാൻ ചെറിയ ചാറ്റൽ മഴ. നമ്മൾ ഇന്ന് കാണുന്ന ഈ വയനാടൻ ചുരത്തിന് ഒരു രക്തസാക്ഷിയുടെ രക്തത്തിന്റെ നനവൂറുന്ന ഒരു കഥ കൂടി ബാക്കിയിട്ടുണ്ട്. അതാണ് കരിന്തണ്ടൻ. വയനാട്ടിലെ ആദിവാസി അണയർ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്. എന്നാൽ വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല മാർഗങ്ങളിലും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് വയനാടൻ കാടിനെയും ഭൂപ്രകൃതിയെയും ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ലക്കിടിയിൽ ഇപ്പോഴുമുണ്ട്. ഈ ചുരത്തിലൂടെയാണ് കേട്ടോ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന പ്രാർത്ഥന സമാഹാരമായിട്ടുള്ള കുരിശിന്റെ വഴി അഥവാ സ്ലീവാപാദം. 50 നോമ്പിന്റെ സമയത്ത് എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളും കുരിശിന്റെ വഴി നടത്താറുണ്ട്. കേരളത്തിൽ ഇതുപോലെ മലയാറ്റൂർ മലയിലും വയനാട് ചുരത്തിലുമാണ് ഈ താമരശ്ശേരി ചുരം. അങ്ങനെ എത്തി നിൽക്കുന്നത് ലക്കിടിയിലാണ്. ലക്കിടി എന്ന് പറയുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ. ജില്ലയിലെ കുരിശുമംഗലത്തിലും താമരശ്ശേരി ചുരത്തിനോട് ആ ചുരം അവസാനിക്കുന്ന സ്ഥലത്തുള്ള ലക്കിടിയാണ് കേട്ടോ. വയനാട് പ്രത്യേക ആവാസ വ്യവസ്ഥയുണ്ട്, പ്രത്യേക ഒരു കാലാവസ്ഥയുണ്ട്. അത് നമുക്ക് 9ാം വളവ് കഴിഞ്ഞ് വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല കുളിർ മഞ്ഞും ഒപ്പം തന്നെ താഴെ നിന്ന് ചൂട് ഇളം കാറ്റും നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ലക്കിടി. അതേപോലെ തന്നെ പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചുറ്റുമായിട്ട് ഇടതൂർന്ന വനങ്ങളും മലകളുമാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. ഒരു നല്ല നടപ്പാത കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കുഞ്ഞു നടപ്പാത തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ചുറ്റി വരിക നല്ല രസമാണത്. അതിലൂടെ നീല നിറത്തിൽപ്പെട്ട ആമ്പലുകൾക്കിടയിലൂടെ പൂക്കോടൻ പരൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൂക്കോട് തടാകത്തിൽ ഒരു വലിയ മീൻവളമൊക്കെ ഇവിടെ വാങ്ങാൻ കിടക്കട്ടെ. 13 ഏക്കറാണ് തടാകത്തിന്റെ വിസ്തീർണം. തടാകത്തിൽ ഏറ്റവും കൂടിയ ആഴെന്ന് പറയുന്നത് 6.5 മീറ്റർ മാത്രമാണ്. വൈത്തിരിക്ക് 3 കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ ഇനിയും കിടക്കുകയാണ് കേട്ടോ. അതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഇങ്ങനെ ഒരുപാട് എല്ലാം നമുക്ക് പോയി കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം.
ആ